പ്രൈസ് ലോർഡ്. എനിക്ക് തോന്നുന്നില്ല ഇന്നൊരു സാക്ഷ്യമോ അല്ലെങ്കിൽ അടുത്ത വചനമോ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദൈവാത്മാവ് ശക്തമായി പാട്ടിൽ കൂടി ഓരോ വരിയിൽ കൂടിയും ദൈവം സംസാരിച്ചിട്ടുണ്ട്. എന്നോട് ഇരുന്നപ്പോൾ മുതൽ ആ ദൈവ സാന്നിധ്യത്തിൽ ഞാൻ ഇരിക്കുമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഓരോ വ്യക്തി ജീവിതങ്ങളോടും ദൈവം സംസാരിച്ചു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ അഭിഷിക്തൻ പറഞ്ഞതുപോലെ എൻ്റെ പേര് സൂസൻ എന്നാണ്. സൂസൻ എബ്രഹാമാണ്. ഹല്ലേലൂയ. ഞാൻ ടെന്നസിയിൽ നിന്നാണ് കടന്നു വരുന്നത്. എൻ്റെ ഒരു നീസിൻ്റെ അടുത്ത വിസിറ്റ് ചെയ്യാൻ വന്നാണ് ആദ്യമായിട്ട് ഞാൻ വാഷിംഗ്ടൺ DC വരുന്നത്. അങ്ങനെ സാറ് പരിചയപ്പെട്ടാണ് അഭിഷേകിനെ പരിചയപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാനൊരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർത്തപ്പെട്ടു. എൻ്റെ പഠനവും വിവാഹ ജീവിതവും കഴിഞ്ഞ് 3.5 വയസ്സ് എൻ്റെ കുഞ്ഞിനായപ്പോൾ, ഹല്ലേലൂയ, നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ അറിഞ്ഞവനായ ഒരു കർത്താവ്, ആമേൻ, ഹല്ലേലൂയ, എന്നെ വിളിച്ചു വേർതിരിക്കുവാൻ ഈ ഭാഗ്യ പദവിയിലേക്ക്, ഹല്ലേലൂയ, കൊണ്ടുവരുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. ഞാൻ ദൈവമക്കളോട് ആദ്യമായി ഒന്ന് ക്ഷമ പറഞ്ഞോട്ടെ. എനിക്ക് 1.5 വർഷം മുമ്പ് ഒരു സ്ട്രോക്ക് വന്നു. എനിക്ക് ഇച്ചിരി ഓർമ്മയ്ക്കൊരു ശകലം ബുദ്ധിമുട്ടുണ്ട് കോർഡിനേറ്റ് ചെയ്യുവാനായിട്ട്. ഞാൻ ചെറിയ കാര്യങ്ങൾ കുറിച്ച് വെച്ചിട്ടുണ്ട്. ദൈവമക്കൾ എന്നോട് ക്ഷമിക്കണമേ സ്വല്പം സ്ലോ ആകുന്നതിന്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം. കർത്താവിൽ ശ്രേഷ്ഠനായ അഭിഷിക്തന്, വിലപ്പെട്ട ദൈവമക്കൾ, ഹല്ലേലൂയ, വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ദൈവത്തെ അറിയുവാനായിട്ട് കർത്താവ് എനിക്ക് ഇടയായി. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് കർത്താവ് തന്ന ഭാഗ്യം വ്യത്യസ്തമായി, ഹല്ലേലൂയ, ഒരു അനുഭവത്തിൽ കൂടിയാണ് ഞാൻ ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായത്. ഹല്ലേലൂയ. ആമേൻ. ഒരു ഓർത്തഡോക്സ് വിശ്വാസത്തിലുള്ള ഒരു അമ്മച്ചിയിൽ നിന്നാണ്, ആമേൻ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഞാൻ കേൾക്കുന്നത്. എൻ്റെ സിസ്റ്റർ ലോയുടെ നാത്തൂൻ നിമിത്തം, ഹല്ലേലൂയ, ഒരു പെൺകുഞ്ഞിന് 4 വയസ്സുള്ള ഒരു കുഞ്ഞിന് ക്യാൻസർ വന്നു. ആ കുഞ്ഞിൻ്റെ കൂടെ, ഹല്ലേലൂയ, RCCയിൽ പോകേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് ചേച്ചിയുടെ നാത്തൂൻ എന്നോട് ഒരു പ്രയറിനെ കുറിച്ച് സംസാരിപ്പാനായിട്ടിടയായി. ഹല്ലേലൂയ. അന്ന് സമയത്ത് ഞാൻ കത്തോലിക്കയിലാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എത്ര മേക്കപ്പ്, ഹല്ലേലൂയ, ചെയ്യാൻ പറ്റുമോ അത്രയും മേക്കപ്പിൽ കൂടിയാണ് ഞാൻ നടന്നത്. ആമേൻ. ഹല്ലേലൂയ. വലിയ പൊട്ട്, ഹല്ലേലൂയ, ചിന്തൂരം, ഹല്ലേലൂയ, ഒരു 10-12 മോതിരമെങ്കിലും എൻ്റെ കയ്യിൽ കാണും. എന്തെല്ലാം മേക്കപ്പ്, ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല. അതുപോലെ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ, ഹല്ലേലൂയ, നമ്മളായിരിക്കുമ്പോൾ ഏതെല്ലാം വിശുദ്ധ സ്ഥലത്ത് പോകാമോ, ഏതൊക്കെ വിശുദ്ധന്മാരെ, ഹല്ലേലൂയ, സേവിക്കാമോ, നമിക്കാമോ, അവരുടെ കൂടെയൊക്കെ ആ സ്ഥലത്തുകളെല്ലാം ഞാൻ പോയിട്ടുണ്ട്. ഹല്ലേലൂയ. അന്നൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. ഞാൻ തിരിച്ചറിഞ്ഞില്ല. ഹല്ലേലൂയ. എൻ്റെ കണ്ണ്, ഹല്ലേലൂയ, അടഞ്ഞിരിക്കുമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ പ്രത്യേക ഒരു സാഹചര്യത്തിൽ എൻ്റെ ഈ സിസ്റ്ററിനോട്, എൻ്റെ സിസ്റ്ററിൻ്റെ നാത്തൂൻ്റെ കൂടെ പോകുവാനായിട്ടിടയായി. അന്ന് കത്തോലിക്കരും യാക്കോബക്കാരും മർത്തോമക്കാരും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു പ്രെയർ ഗ്രൂപ്പിനെ കുറിച്ച് കേൾക്കുവാനായിട്ടിടയായി. അന്ന് ഞാൻ യൂദാസ്ലിഗായുടെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന സമയമാണ്. ഹല്ലേലൂയ. ആമീൻ. ഞാനങ്ങനെ കേൾപ്പാനിടയായി. എന്നോട് പറഞ്ഞു, മോളെ, നീ ഒരു ദിവസം ഒരു പ്രാർത്ഥനയ്ക്ക് വരണം, ചൊവ്വാഴ്ചയാണ് ആ പ്രാർത്ഥന നടക്കുന്നതെന്ന്. ഞാനങ്ങനെ എളുപ്പം പറയട്ടെ, ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാൻ ചെല്ലാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ചെന്നപ്പോൾ എൻ്റെ ചേച്ചിയുടെ നാത്തൂൻ പറഞ്ഞു, മക്കളെ, ആ പൊട്ടെടുത്തൊന്ന് കയ്യിലോട്ട് വെക്ക്. ആമീൻ. ഹല്ലേലൂയ. നീ അവിടെ ചെല്ലുമ്പോൾ ഒരു സമർപ്പണ പ്രാർത്ഥന പറയണം. കർത്താവേ, യേശുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ, എൻ്റെ പാപങ്ങളെ കഴുകണമേ. ആമീൻ. എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്നൊരു സമർപ്പണ പ്രാർത്ഥന അന്ന് പറഞ്ഞു തന്നു. ഞാൻ കത്തോലിക്കയിലെ നല്ലൊരു വിശ്വാസിയായിരുന്നു. എന്നാലും വേദപുസ്തകം തുറന്നിട്ടില്ല. എനിക്കറിയാമല്ലോ. ആമീൻ. ഷോക്കേസിൽ വെച്ചിരിക്കുന്ന ഒരു പരിചയം മാത്രമേ ഉള്ളൂ. പിയോസിയുടെ ബൈബിള് ഒരിക്കലും അത് തുറന്നിട്ടില്ല. ഹല്ലേലൂയ. ആമീൻ. അങ്ങനെ എന്നോട് ഒരു സമർപ്പണ പ്രാർത്ഥന പറഞ്ഞു തന്നു. എന്നാൽ അതിനു മുമ്പേ ആയിട്ട് എൻ്റെ ഭവനത്തിൽ, എൻ്റെ ഫാദറിൻ്റെ കുടുംബത്തിൽ ഏതോ ഒരു ചെറിയ ബന്ധത്തിലുള്ള ഒരു അപ്പച്ചൻ, പണ്ട് എൻ്റെ കുഞ്ഞിൽ 4-5 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പച്ചൻ വീട്ടിൽ വരുമായിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. വലിയൊരു ജുബായൊക്കെ ഇട്ട്, ഹല്ലേലൂയ, അപ്പച്ചൻ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കും. എന്തുവാ പ്രാർത്ഥിക്കുന്നതെന്ന് പറയത്തില്ല. രക്തം എന്ന് മാത്രമേ ഞങ്ങൾക്ക് കേൾക്കുള്ളൂ. അപ്പം ഞങ്ങളുടെ അച്ഛനോട് പറയുമായിരുന്നു, അച്ഛാ, ആരെയോ കൊന്നിട്ട് വന്നതാ ഈ മനുഷ്യനെ ഇറക്കി വിടണം. ഹല്ലേലൂയ. പോലീസ് വന്ന് അച്ഛനെ പിടിക്കും. രക്തം എന്ന് പറയുന്നു. നമുക്കറിയില്ല എന്തുവാന്ന്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. രക്തം എന്താണ്? ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാക രക്തത്തിന്റെ അടുക്കലാ നമ്മൾ വന്നിരിക്കുന്ന. ഹല്ലേലൂയ. ഇത് നമ്മളോട് സംസാരിക്കുന്ന രക്തമാ. ഇത് വീണ്ടെടുപ്പിൻ്റെതാ. നമ്മളെ വിടുവിക്കുന്ന രക്തമാ. ഹല്ലേലൂയ. നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പാടാറുള്ള ഒരു പാട്ടുണ്ട്. ഇത്ര നല്ലവനാം പ്രിയനേ ചരിവാ ഇടയായ ദിനാലോടുവിൽ വാരേ
അവിടെ പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോൾ ആമേൻ യാക്കോബായിലെ ഒരു അമ്മച്ചിയാണ് അവിടെ ശുശ്രൂഷിക്കുന്നത്. സ്നാനപ്പെട്ടിട്ടില്ല, ഒരു മനുഷ്യർ പോലും അവിടെ സ്നാനപ്പെട്ടിട്ടുള്ളവരല്ല. ഈ പ്രാർത്ഥനയിലിരുന്ന് ഞാൻ സമർപ്പണ പ്രാർത്ഥനയൊക്കെ മനസ്സിൽ പറഞ്ഞു. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ അമ്മച്ചി എൻ്റെ നേരെ വന്ന് എൻ്റെ മേൽ കരം വെച്ചിട്ട് പറഞ്ഞു, മകളെ, ജീവനുള്ള എന്നെ പിൻനിർത്തി ജീവനില്ലാത്ത ദൈവത്തിൻ്റെ പുറകെ പോകുന്ന വ്യക്തി ജീവിതമേ, നീ സേവിക്കുന്ന ദൈവത്തിന് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കൊണ്ട് മണക്കുന്നില്ല, കൈകൾ കൊണ്ട് സ്പർശിക്കുന്നില്ല, കാലുകൾ കൊണ്ട് നടക്കുന്നില്ല, അവൻ ഹൃദയം കൊണ്ട് നിരൂപിക്കുന്നില്ല, അവയെ ഉണ്ടാക്കിയവരും അവയെ നമിക്കുന്നവരും അവയെ പോലെ ആകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആദ്യമായ നീ ഈ ജീവനില്ലാത്തവയെ വിട്ട് എന്നെ അനുഗമിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ ദൈവം ചെയ്യുവാനിരിക്കുന്ന നന്മകളെ കുറിച്ച് ചില വാഗ്ദത്തങ്ങളൊക്കെ ദൈവാത്മാവിൽ അവൻ പ്രിയ അമ്മച്ചിൽ കൂടി പറയുവാനായിട്ടിടയായി. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കേൾക്കുന്നത്. ഒന്നും മനസ്സിലായില്ലെങ്കിലും ഹല്ലേലൂയ, ചിലതെൻ്റെ ഹൃദയത്തിൽ ഒരു ഹല്ലേലൂയ കൊള്ളിയാൻ അടിക്കുന്നത് പോലെ അവൻ എൻ്റെ ഹൃദയത്തിൽ കത്തിയില്ലയോ. ഞാൻ ആ സമയം ഹല്ലേലൂയ യൂദാസ്ലിഗയുടെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന സമയമാ. ഞാൻ അന്നേരം വിചാരിച്ചു, ശരിയല്ലേ ആമേൻ, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. ഞാൻ ജീവനുള്ള ഒരാളോട് ഒരു 100 രൂപ ചോദിച്ചാൽ അവരുണ്ടോ ഇല്ലയോ എന്ന് പറയും. ഹല്ലേലൂയ. ഒരു ജോലിയുടെ കാര്യം പറഞ്ഞാൽ പറ്റുമോ ഇല്ലയോ എന്ന് പറയും. ഹല്ലേലൂയ. ആമേൻ, ഇത് ശരിയല്ലേ എന്ന് പറഞ്ഞ് ഞാനൊന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ദൈവസന്നിധിയിൽ അവിടെ ഇരുന്നൊരു തീരുമാനമെടുത്തു. ഉള്ളിൻ്റെ ഉള്ളിൽ ഇല്ല, ഇനിയും ഞാൻ ജീവിക്കുന്നുവെങ്കിലോ, ഇനി സേവിക്കുന്നുവെങ്കിലോ അത് ജീവനുള്ള ദൈവത്തെ മാത്രമേ സേവിക്കുള്ളൂ, സ്നേഹിക്കുന്നുള്ളൂ. ഉള്ളിലൊരു തീരുമാനം ഞാൻ എടുത്തു. ഹല്ലേലൂയ. അങ്ങനെ സമർപ്പണമൊക്കെ ചെയ്ത് ഞാൻ ഭവനത്തിൽ കടന്നുപോയി. എനിക്കന്ന് ബൈബിളില്ല. ഹല്ലേലൂയ. ഒരു ബൈബിൾ ഷോക്കേസിൽ മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാ ഉള്ളിൽ ക്രിയ ചെയ്ത് ഞാനൊരു ബൈബിൾ വാങ്ങിച്ചു. അത് പതുക്കെ വായിക്കാൻ തുടങ്ങി. എല്ലാ ചൊവ്വാഴ്ചയും ഹല്ലേലൂയ പ്രയറിന് പോകാനായിട്ടിടയായി. ഹല്ലേലൂയ. ആമീൻ. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ ദൈവാത്മാവ് വെളിപ്പാടിനാൽ ആമീൻ നിറയ്ക്കുവാനിടയായി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സന്ദർശനത്താൽ എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി പുതിയ സൃഷ്ടിയായപ്പോൾ ഹല്ലേലൂയ ആമീൻ കർത്താവ് ഉള്ളിൽ വന്ന നിമിഷം വരെയും ഹല്ലേലൂയ ഇന്ന് വരെയും ദൈവം നല്ലവനായി മതിയായവനായി. ഹല്ലേലൂയ. കഷ്ടതകൾ വന്നപ്പോൾ, പ്രയാസങ്ങൾ വന്നപ്പോൾ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ ഇനി മുന്നോട്ട് പോകുവാൻ പറ്റുകയില്ല, ഇതുവരെ ഉള്ളു ജീവിതമെന്ന് ശത്രു ഹല്ലേലൂയ വരച്ചിട്ട സമയത്തും അവിടെ നിന്നും സർവശക്തനായി ദൈവം പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സത്യമായ ശിഷ്യത്വത്തിന് ആമേൻ സ്നാനം ആവശ്യമാണെന്ന് വചനം കേട്ടപ്പോൾ മനസ്സിലായി. അതിന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ 7 പേർ ഒരുമിച്ച് ഈ ഹല്ലേലൂയ എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന അമ്മച്ചി ഉൾപ്പെടെ 7 പേര് ഞങ്ങൾ രഹസ്യമായി കോഴഞ്ചേരിയിൽ പോയി സ്നാനപ്പെടുക, ദൈവത്തിന്റെ കൽപ്പന അനുസരിപ്പാനിടയായി. ഹല്ലേലൂയ. ചുരുക്കമായി പറയട്ടെ, സ്നാനപ്പെട്ട ഭവനത്തിൽ വന്നു. ഹല്ലേലൂയ. ആമേൻ. 2 ഭവനങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ അറിയുവാനായിട്ടിടയായി. ആമേൻ. അഞ്ചലിൽ നിന്ന് എന്നെ കെട്ടിച്ചിരിക്കുന്ന അഞ്ചലാണ്. അവിടുന്ന് കത്തോലിക്ക സഭയിൽ തന്നെ പരസ്യമായി മുടക്കി. ഞാൻ കോന്നിക്കാരിയാണ്. എൻ്റെ സഭയിൽ തന്നെ മുടക്കി ഒത്തിരി വിഷയങ്ങൾ അതിൻ്റെ ഇടയ്ക്കുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ ദൈവരാജ്യത്തിന്റെ പങ്കാളിയായി തീരുവാൻ, ഹല്ലേലൂയ, ഈ സുവിശേഷത്തിന്റെ ഹല്ലേലൂയ സാക്ഷിയായി മാറുവാൻ കർത്താവിനെ വേർതിരിച്ചപ്പോൾ അവന്റെ രാജ്യ നിമിത്തവും അവന്റെ നാമനിമിത്തവും ഹല്ലേലൂയ ഞാൻ നേരിടാനുള്ള ഉപദ്രവങ്ങള്, ശാരീരികവും മാനസികമായ പീഡനങ്ങളും ആമേൻ ഒറ്റപ്പെടുത്തലും ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയില്ല. അതെനിക്ക് മറവായിരുന്നു. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് രോഗിയായി തീരുവാനിടയായി. ഹല്ലേലൂയ. ഒരു ദിവസം പെട്ടെന്ന് ഹല്ലേലൂയ കുറെ ദിവസങ്ങളായി അബ്ഡോമിനൽ ഡിസ്റ്റൻഷനായി. ഹല്ലേലൂയ. എവറി 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് ബാത്റൂമിൽ പോകേണ്ട അവസ്ഥ, യൂറിൻ ട്രിപ്പിൾ ആകുന്ന ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ ഹല്ലേലൂയ പത്തനാപുരം ഒരു നൺ സിസ്റ്റർ ഉണ്ട് ഗൈനക്കോളജി, അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്തപ്പോൾ 2 ട്യൂമറിൻ്റെ യൂട്രസ് ഓവറിയിലുണ്ട്. ആമൻ. എല്ലാം അബ്ഡോമൻ കംപ്ലീറ്റ്ലി ഇൻഫെക്റ്റഡ് ആയി. ഹല്ലേലൂയ. ബ്ലിസ്റ്റർ ഫോർമേഷൻ ആയി, ഗ്രീനിഷ് ഡിസ്ചാർജ് വന്നുകൊണ്ടിരിക്കുന്നു. ആമൻ. അവർ നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് എക്സാം ചെയ്യുവാൻ പോലും പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ഹല്ലേലൂയ. നിങ്ങൾ സർജറിക്ക് വേണ്ടി ഹല്ലേലൂയ റെഡിയാകുക. ഈവൻ സർജറിക്ക് ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഹല്ലേലൂയ ഏതെങ്കിലും ഭാഗം മാറ്റുവാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാം, ഇല്ലെങ്കിൽ ഞങ്ങൾ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. എങ്കിലും എൻ്റെ ഹല്ലേലൂയ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഞാൻ പത്തനംതിട്ട ഹല്ലേലൂയ ആമൻ പോപ്സൺ മുതലാളി എന്ന് പറയുന്ന ആമൻ ഒരു ഡോക്ടർ എലിസബത്ത് ഉണ്ട്. ആമൻ ഡോക്ടർ എലിസബത്തിന്റെ ഹോസ്പിറ്റൽ, ക്രിസ്ത്യൻ മെഡിക്കൽ ഹോസ്പിറ്റലിൽ പോകാനായിട്ടിടയായി. അവിടെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ സെയിം തിങ്. ഹല്ലേലൂയ 2 ട്യൂമർ. അവരും പറഞ്ഞു, ഇപ്പടി ഇൻഫെക്ഷന് വേണ്ടി ഹല്ലേലൂയ അല്പം ആന്റിബയോട്ടിക് തരാം. ഹല്ലേലൂയ
ഹല്ലേലൂയ അതൊന്ന് സബ്സൈഡ് ആവുമ്പോൾ പെട്ടെന്ന് സർജറിക്ക് വേണ്ടി ഹല്ലേലൂയ ആമേൻ റെഡി ആയിക്കോളാൻ പറഞ്ഞു. ഞാൻ അന്ന് പൈസയുടെ സാമ്പത്തിക ബുദ്ധിമുണ്ട്. 30,000 രൂപയാണ് കോഴഞ്ചേരി സെഞ്ചുറി ഹോസ്പിറ്റലിലുള്ള സമയം അച്ചങ്ങന്നൂർ. ആമേൻ 30,000 രൂപയൊക്കെ റെഡിയാക്കി, ബാഗൊക്കെ റെഡിയാക്കി ഹല്ലേലൂയ സർജറിക്ക് വേണ്ടി റെഡിയാകുക. ആ സമയം ഹല്ലേലൂയ ഒളിച്ചും പാത്തും സ്വാതന്ത്ര്യമില്ലാതെ പത്തനംതിട്ട ഞാനൊരു ദൈവസഭയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആമേൻ ആരാധനയ്ക്ക് വേണ്ടി കർത്തൃമേശയ്ക്ക് വേണ്ടി ഞാൻ കടന്നു പോകുമായിരുന്നു. ഹല്ലേലൂയ ആമേൻ എന്നെ അന്ന് സൺഡേയിൽ കാണാൻ ഞാൻ ദൈവദാസനും ഒരു വൈഫും വേറൊരു സഹോദരിയും ഭവനത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ എന്നോട് ചോദിച്ചു, സിസ്റ്ററെ എന്താ ചർച്ചിൽ വരാഞ്ഞത്? ഞാൻ ഈ കാര്യങ്ങളൊക്കെ ദൈവദാസനോട് പറഞ്ഞു. ഹല്ലേലൂയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് ദൈവദാസൻ എന്നോട് പറഞ്ഞു, ദൈവം സൗഖ്യമാക്കുന്ന ദൈവമെന്ന് മോൻസി സിസ്റ്റർ വിശ്വസിക്കുന്നു എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിശ്വസിക്കുന്നു. ഹല്ലേലൂയ എങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പാട് കാണിക്കുന്നു. ഒരു കരം സിസ്റ്ററിന്റെ ഉള്ളിലേക്ക് കടന്നു, ഉദരത്തിലേക്ക് കടന്നു പോകുന്നു. കരത്തിൽ കോട്ടൺ ഉണ്ട്. ഹല്ലേലൂയ എന്നോട് പറഞ്ഞതാണ്, ആ കോട്ടൺ വെച്ച് എല്ലാ മാലിന്യങ്ങളെയും അശുദ്ധികളെയും ഹല്ലേലൂയ അശുദ്ധതകളെയും ആമേൻ ഹല്ലേലൂയ വൈപ്പ് ഔട്ട് ചെയ്യുന്നു എന്ന് ഒരു വാക്ക് പറയാനായിട്ടിടയായി. ആമേൻ ഹല്ലേലൂയ മാനുഷികമായിട്ട് സിസ്റ്റർ ഹല്ലേലൂയ വിശ്വസിച്ചില്ലെങ്കിലും ആമേൻ നാളെ ഹോസ്പിറ്റലിൽ പോകണം. ഹല്ലേലൂയ അവർ സ്കാൻ ചെയ്യും. എന്നിട്ട് പറയും സർജറി വേണ്ട, ആന്റിബയോട്ടിക് വേണ്ട, ഒരു മൾട്ടി വൈറ്റമിൻ തന്നിട്ട് ആമേൻ ഹല്ലേലൂയ മടക്കി വിടുമെന്ന് പറഞ്ഞു. ദൈവമക്കളെ ഹല്ലേലൂയ ഞാനത് വിശ്വസിച്ചു. ആ രാത്രി കാലം ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ഞാൻ ദൈവത്തോട് അറിയാവുന്ന പോലെ പ്രാർത്ഥിച്ചു. കർത്താവേ നീ സൗഖ്യമാക്കുന്ന കർത്താവ് നീ ഞാൻ അറിയുന്നു. കർത്താവേ ഈ ലോക ഡോക്ടർമാരുടെ കത്തി എൻ്റെ മേൽ വെക്കരുതേ. സ്വർഗത്തിലെ അപ്പൻ്റെ കരം വെച്ച് എനിക്കങ്ങ് സൗഖ്യം തരണമേ. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ഒരു വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ നമ്മൾ ആ ഡീലർഷിപ്പിൽ കൊണ്ടുപോയാൽ അവർക്കറിയാം എന്താ കേടുപറ്റിയെന്ന്. പെട്ടെന്ന് അവർക്ക് അത് ഹല്ലേലൂയ റീപ്ലേസ് ചെയ്യോ റിപ്പയർ ചെയ്യുകയോ ചെയ്യാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്രിയേറ്റർ, നമ്മളെ നിർമ്മിച്ചവൻ, നമ്മളെ സൃഷ്ടിച്ച കർത്താവിന് നമ്മൾക്ക് എന്ത് കേടുപാടുണ്ടെങ്കിലോ അവനത് തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിനറിയാം. ആമേൻ സൃഷ്ടിതാവിന് മാത്രമേ സൃഷ്ടിയുടെ കേടുപാട് മാറ്റുവാൻ കഴിയുള്ളൂ. ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നീ എൻ്റെ കർത്താവ് എനിക്കത് വേണ്ടി ചെയ്യുന്നുവെങ്കിൽ അങ്ങേക്കൊരു പുതിയ യൂട്രസ് എനിക്ക് തരുവാൻ കഴിയും, പുതിയ ട്യൂബ്സ് തരുവാൻ കഴിയും, പുതിയ ഓവറി തരുവാൻ കഴിയും. അങ്ങനെ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ചെയ്താ ഞാൻ എവിടെയൊക്കെ കടന്നു പോകുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു, അവിടെയൊക്കെയും ഇത് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഞാനിത് പ്രസ്താവിക്കാമെന്ന് ആമേൻ ദൈവ സന്നിധിയിൽ ഉടമ്പടി ചെയ്യുവാനായിട്ടിടയായി. ദൈവമക്കളെ പിറ്റേ ദിവസം ഹല്ലേലൂയ ഞാൻ കടന്നുപോയി, ഡോക്ടറിന്റെ അടുത്ത് കടന്നുപോയി. അവർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. എലിസബത്ത് മാഡം ആമേൻ ഹല്ലേലൂയ സ്കാൻ ചെയ്ത് ചെന്നപ്പോൾ ആമേൻ 3 ദിവസം മുമ്പ് അവർക്ക് എക്സാം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഹല്ലേലൂയ ഇപ്പോൾ അവർ നോക്കിയിട്ട് എക്സാം ചെയ്ത് നോക്കിയിട്ട് അവർക്ക് എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലായി. അവിടെയാണ് ഒരു കത്തോലിക്ക വിശ്വാസിയായ എലിസബത്ത് മാഡത്തിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പൻ കഴിഞ്ഞ രാത്രി കാലം എനിക്ക് സൗഖ്യം തന്നു. ആമേൻ അവർ നോക്കിയപ്പോൾ ആ ബ്ലിസ്റ്റർ ഫോർമേഷൻ ഇല്ല, ആ 2 ട്യൂമർ ഇല്ല, ഒരു ഇൻഫെക്ഷനും ഇല്ല, പുതിയ യൂട്രസ്, പുതിയ ട്യൂബ്സ് ആമേൻ അവിടെ ഫിറ്റ് ചെയ്തു. വിശ്വസിക്കാമോ ദൈവമക്കളെ, നമ്മുടെ അപ്പൻ നമുക്ക് സൗഖ്യം തന്നാൽ അത് 50% അത് 75% അത് 100%. ആമേൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇന്നുവരെയും ഈ 24 വർഷമായി ഹല്ലേലൂയ അത് സംബന്ധിച്ച് ഇന്നുവരെയും ഒരു ഡോക്ടറിനെ കാണുവാൻ ആമേൻ ദൈവം ഇടയാക്കിയില്ല. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് പോകട്ടെ, നമ്മുടെ അപ്പൻ സൗഖ്യമാക്കുന്ന കർത്താവ്. അത് ക്യാൻസർ എന്നില്ല, വേറെ രസമൊന്നുമില്ല, ചെറുതും വലുതുമായ സകലത്തിനോ നമ്മുടെ ദൈവ ശക്തനായ ദൈവമാ. ഒരു കാര്യം കൂടെ ഞാൻ സാക്ഷ്യം പറയട്ടെ. എൻ്റെ കുഞ്ഞ്, എനിക്ക് ഒറ്റ മോനേ ഉള്ളൂ. 12ാം ക്ലാസ് അവൻ പഠിക്കുമ്പോൾ അവൻ ഫുട്ബോൾ കളിച്ച ഹല്ലേലൂയ കൂട്ടുകാരനുമായി ടാക്കിൾ ചെയ്തവൻ തറയിൽ വീഴുവാനിടയായി. അവൻ്റെ തലയിടിച്ചു. ഹല്ലേലൂയ എന്നോട് പറയുന്നില്ല. 3-4 ദിവസം ഹെഡ് ഏക്ക് എന്ന് പറയുന്നുണ്ട്. അവൻ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വിളിച്ചു ചെല്ലുവാൻ. ഞാൻ അന്ന് അവധിയാണ്. ചെല്ലാൻ പറഞ്ഞു. ചെന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ സ്കൂൾ മുതൽ ഹല്ലേലൂയ വോമിറ്റ് ചെയ്യുവാൻ തുടങ്ങിയതാ. വീട്ടിൽ
വന്ന് എന്താ മക്കളെ എന്ന് ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞു. ഇതുപോലെ ഞാനൊന്ന് വീണായിരുന്നെന്ന്. ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്ത് വെള്ളം കൊടുത്താലും അതുവരെ വോമിറ്റ് ചെയ്യുക. അവിടെ ഹല്ലേലൂയ ചെന്ന് മെഡിസിൻ എല്ലാം കൊടുത്തു, ഇഞ്ചക്ഷൻ കൊടുത്തു. രാത്രിയിൽ അവർ സീറ്റ് ചെയ്തപ്പോൾ കാണുന്നത് ബ്രെയിൻ 8 മില്ലിമീറ്റർ ആമൻ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ മൊത്തം തലയിൽ ഹല്ലേലൂയ ബ്രെയിനിൽ ബ്ലീഡിങ്. ആമൻ എയർ കംപ്ലീറ്റ്ലി ആമൻ ഒരു വല്ലാത്ത അവസ്ഥയിലായി. ആമൻ എമർജൻസി സർജറി, ബ്രെയിൻ സർജറി പൈതലിന് വേണ്ടി പറഞ്ഞു. ഹല്ലേലൂയ 12 ഇനിയും ഗ്രാജുവേറ്റ് ചെയ്യാൻ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ ദൈവമക്കളെ, ആമൻ വളരെ ഭാരത്തോടെ ദൈവത്തിൽ പ്രാർത്ഥിപ്പാനിടയായി. അവിടുന്ന് ആംബുലൻസിന് ഞങ്ങളെ ഡൗൺ ടൗണിലുള്ള ഹല്ലേലൂയ ഹോസ്പിറ്റലിലേക്ക് രാത്രി 3:30 ട്രാൻസ്ഫർ ചെയ്യുവാനായിട്ടിടയായി. ഞാൻ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പെർമിഷൻ വാങ്ങിച്ച ആംബുലൻസിലിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ കാലിൽ ഹല്ലേലൂയ തൊട്ടി ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവേ, എന്നെ സൗഖ്യമാക്കിയ കർത്താവിന്, ലോക ഡോക്ടർമാരെ കത്തിവെക്കാതെ എന്നെ വിടുവിച്ച കർത്താവിന്, ഈ കുഞ്ഞിന്റെ തലമേൽ കത്തിവെക്കാതെ ഇവന് ബ്രെയിൻ സർജറി ചെയ്യാതെ ആമൻ വിടുവിപ്പാ. എൻ്റെ അപ്പന് കഴിയുമപ്പാ. എൻ്റെ അപ്പന് കഴിയാത്ത ഒരു കാര്യമില്ല. എൻ്റെ അപ്പൻ ഒന്നും അസാധ്യമല്ലല്ലോ. അങ്ങനെ ഹല്ലേലൂയ പ്രാർത്ഥിച്ചു. ആംബുലൻസിൽ ഞങ്ങൾ ഹല്ലേലൂയ ആമൻ അപ്പോഴത്തേക്ക് അവിടെ ICU റെഡിയായി. സർജറിക്കുള്ള ഡോക്ടർ കീറ്റർ അവിടെ റെഡിയായി. ഹല്ലേലൂയ ദൈവമക്കളെ, 30 മിനിറ്റ് ഉണ്ട് അവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തുക. ദൈവത്തിന്റെ കരം അത്ഭുതം എങ്ങനെയെന്ന് നമ്മൾക്കറിയത്തില്ല. ഞങ്ങൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഒരു എമർജൻസി സർജറി വന്ന് ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്ന ഈ സർജൻ എമർജൻസി സർജറിക്ക് വേണ്ടി മറ്റൊരു എമർജൻസി ആക്സിഡന്റ് വന്നതാ. അവിടെ കയറേണ്ടി വന്നു. ഹല്ലേലൂയ ഞങ്ങൾ ഈ എമർജൻസിയിൽ വെയിറ്റ് ചെയ്ത് മെഡിസിനും ഒക്കെ ആയി. കുഞ്ഞൊരു ഹാഫ് കോൺഷ്യസിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ അവനിങ്ങനെ വെയിറ്റ് ചെയ്യുക. ഹല്ലേലൂയ സർജറിക്ക് വേണ്ടിയുള്ള പേപ്പറുകളെല്ലാം ഞാൻ സൈൻ ചെയ്തു. അപ്പോൾ ഞാൻ പോയിരുന്ന സഭയിലുള്ള ദൈവമക്കൾ 2-3 പേര് വന്നു. കർത്താവിൻ്റെ ഒരു ദാസനുണ്ട്, പ്രായം ഒരു ദൈവദാസൻ. ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് ആയിരക്കണക്കിന് ആൾക്കാർ നടക്കുന്ന ആ എമർജൻസിയിൽ ഞങ്ങൾ മുട്ടുകാൽ മടക്കി ഹല്ലേലൂയ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ കത്തിവെപ്പിക്കല്ലേ, ഇവന്റെ മെന്റൽ സ്റ്റാറ്റസിന് മാറ്റം വരുത്തുവാൻ ഇടയാക്കല്ലേ അപ്പാ എന്ന്. ദൈവമക്കളെ കേൾക്കണോ, എല്ലാം സൈൻ ചെയ്തു കൊടുത്തു. 1 മണിക്കൂർ മുമ്പ് ഹല്ലേലൂയ നോർമലി സർജറിക്ക് വേണ്ടി പ്രീ ഓപ്പിൽ എടുക്കുമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ആ സമയം മറ്റേ എമർജൻസി സർജറി കഴിഞ്ഞിട്ട് ഈ സർജൻ ഹല്ലേലൂയ എമർജൻസി വരുവാനായിട്ടിടയായി. ആമേൻ ഞാനൊരു ഭ്രാന്തിയെ പോലെ നിൽക്കുക. ബ്രഷ് ചെയ്തിട്ടില്ല, തലയൊന്നും ഹല്ലേലൂയ ചീവിട്ടില്ല. തലേ ദിവസം വിട്ട് ആ ഡ്രസ്സിൽ ഇങ്ങനെ ഒരു ഭ്രാന്തിയെ പോലെ നിൽക്കുക. എന്നോട് ചോദിച്ചു, അഴിയോ ഓക്കെ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടില്ല, കണ്ണുനീരല്ലാതെ എനിക്കൊന്നുമില്ല. എന്നിട്ട് പരിശുദ്ധാത്മാവ് ആ മനുഷ്യൽ കൂടി പറഞ്ഞു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ 2 ഓപ്ഷൻ തരാം. ഒന്ന്, എമർജൻസി ആയിട്ട് സർജറിക്ക് എടുത്ത് ആമൻ ബ്രെയിനിലുള്ള ഹല്ലേലൂയ ആമൻ ബ്ലീഡിങ് ആമൻ ഹല്ലേലൂയ എല്ലാം ഹല്ലേലൂയ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് അവനെ ഹല്ലേലൂയ ICUയിൽ നമുക്ക് ഒബ്സർവേഷന് വേണ്ടി ചെയ്യാം. ഇല്ല എങ്കിൽ വേറൊരു ഓപ്ഷൻ ഞാൻ തരാം. എവരി 4 hours സീറ്റ് ചെയ്ത് ഇത് ബ്ലീഡിങ് സ്റ്റേബിൾ ആണോ, ആമൻ പിന്നെയും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എയറിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നോ എന്ന് നോക്കിയിട്ട് ആമൻ ഹല്ലേലൂയ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ കൊടുത്ത് അത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കൂടെ ഇരുന്ന എല്ലാവരോടും ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ കുഞ്ഞിനോട് ഞാൻ ചോദിച്ചപ്പോൾ മിണ്ടാൻ വയ്യാത്ത കുഞ്ഞ് അവൻ നമ്പർ 2 എന്ന് പറഞ്ഞു. ഹല്ലേലൂയ രണ്ടാമത്തെ ഓപ്ഷൻ. ഞാൻ ദൈവത്തോട് ഹല്ലേലൂയ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഐസിലോട്ട് മാറ്റി. 6ാമത്തെ മണിക്കൂറായപ്പോൾ ഇവൻ ഹല്ലേലൂയ സ്കാൻ ചെയ്തപ്പോൾ ഹല്ലേലൂയ ഡോക്ടറിന്റെ PA എനിക്കറിയാവുന്നതാ. അവരെനിക്ക് ടെക്സ്റ്റ് ചെയ്തു, സ്റ്റേബിൾ എന്ന് ഹല്ലേലൂയ ടെക്സ്റ്റ് ചെയ്തു. മോർ ബ്ലീഡിംഗ് ഇല്ല, അതുപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ മൊത്തം സമയം ഞാൻ ആ ബെഡിൽ ഇരിക്കുക. ബെഡിൽ നിന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ബെഡിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല. പ്രാർത്ഥന കാലിൽ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. ഹല്ലേലൂയ കുടിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, കഴിക്കുന്നില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അടുത്ത 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അടുത്ത സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു മോർ സ്റ്റേബിൾ. ഹല്ലേലൂയ അങ്ങനെ ചെയ്ത ആമേൻ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഹല്ലേലൂയ ഞാൻ പറഞ്ഞു ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. ആമേൻ 21 days ഹല്ലേലൂയ ആമേൻ ന്യൂറോ ചെക്കെല്ലാം ചെയ്യണം. ഞങ്ങളെ വീട്ടിൽ വിടുവാനായിട്ടിടയായി. ആമേൻ സ്കൂളിൽ ഹല്ലേലൂയ നോട്ട്സ് എല്ലാം വാങ്ങിച്ച് വീട്ടിൽ വായിച്ചു കൊടുക്കും. അത് ഹല്ലേലൂയ കേട്ടവൻ ടെസ്റ്റ് എഴുതുവാനും. ആമേൻ ഇന്ന് ഹല്ലേലൂയ 26 വയസ്സുണ്ട് വരെയുണ്ട്. ഒരു 6 മാസത്തെ സ്കാൻ ചെയ്തപ്പോൾ എല്ലാം ഷിഫ്റ്റ് മാറി. ഹല്ലേലൂയ ആമേൻ ബ്രെയിൻ ബാക്ക് ടു നോർമൽ. ഹല്ലേലൂയ നോർമൽ പൊസിഷനിൽ വന്ന് ഒരു കുഴപ്പവുമില്ലാതെ ഇന്ന് പൈതലിന് ഹല്ലേലൂയ 26 വയസ്സുണ്ട്. എൻ്റെ പൈതലിന് ഞാൻ ദൈവമക്കളെ പറയുന്നത് പിന്നെയും ഞാൻ പറയുന്നത് നമ്മുടെ
അപ്പച്ചൻ അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെ അപ്പച്ചൻ സർവശക്തനായ ദൈവമാ. ഒന്നു മാത്രം നമ്മൾ അറിയണം, നമ്മൾ സേവിക്കുന്ന ദൈവം ആരെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. നമ്മുടെ ഈ അപ്പനെ ചെറുതായിട്ട് കാണല്ലേ, നമ്മുടെ അപ്പനെ ചെറുതായിട്ട് കാണല്ലേ, നമ്മുടെ അപ്പനെ ചെറുതായിട്ട് കാണല്ലേ. ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോയ പോലെ അനേക കഷ്ടങ്ങളും ഉപദ്രവങ്ങളും ഹല്ലേലൂയ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ ഈ അമേരിക്കൻ മണ്ണിൽ വന്നപ്പോൾ ഹല്ലേലൂയ സകല സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഒത്തിരി വാഗ്ദത്തമൊക്കെ കേട്ട് ആമേൻ ഹല്ലേലൂയ ദൈവഭക്തന്മാരിൽ കൂടി കേട്ട വാഗ്ദത്തങ്ങളൊക്കെ ഞാൻ അപ്പടി ആ വചനവും വാഗ്ദത്തമൊക്കെ ഏറ്റെടുക്കുമായിരുന്നു. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ടിടയായി. ഹല്ലേലൂയ. ആമേൻ. പൊതുവേദിയിൽ പറയാൻ പറ്റാത്ത കഷ്ടങ്ങൾ. ആമേൻ. ഹല്ലേലൂയ. ഇന്നും എനിക്കറിയത്തില്ല, ഞാൻ എന്നെ തന്നെ വിളിക്കും ഞാനൊരു അത്ഭുതമാണ്. ഒരിക്കലും ഹല്ലേലൂയ ഈ മണ്ണിൽ നിൽക്കുവാനോ ഇങ്ങനെ ജീവനോടെ നിൽപ്പാനോ ഒരിക്കലും യോഗ്യതയുള്ളവളല്ല ഞാൻ. അതുപോലെ കഷ്ടങ്ങളിൽ കൂടി ചെറിയത് പൊതുവേദിയിൽ പറയാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ആരും അത് അംഗീകരിക്കത്തില്ല. ജീവനോടെ നിൽക്കുമെന്നും ഇങ്ങനെ ആകുമെന്നും ഒന്നും വിചാരിക്കത്തില്ല. അത്ര കഷ്ടങ്ങളിൽ കൂടി ആമീൻ എന്നെ ഞാൻ കടന്നുപോയി. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ താങ്ങുമെന്ന്. ഹല്ലേലൂയ. ലൂക്കോസ് 1:37 പറയുന്ന വാക്യം എന്തുവാ? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഈ ഒരു മീറ്റിങ്ങിലോ 2 മീറ്റിങ്ങിലോ ഒന്നും പറഞ്ഞാൽ തീരുന്നതല്ല. അത്ര വലിയ അത്ഭുതമാ സ്വർഗം എൻ്റെ ജീവിതത്തിൽ ചെയ്ത്. കർത്താവ് ഇറങ്ങി വന്ന് മനുഷ്യർക്ക് ചെയ്യുവാൻ കഴിയാത്ത ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് ചെയ്തത്. ആമേൻ. ഞാൻ സർവശക്തനായ ദൈവമാണ്, ഞാൻ ആകുന്നവൻ ഞാനാണ്, ഞാൻ അത്ഭുത ദൈവമാണ്, ഞാൻ അത്ഭുത മന്ത്രിയാണ്, വീരനായ ദൈവമെന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്നെ ഹല്ലേലൂയ ആമേൻ. ചിലരെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നു, ശൗലിനെ കൊന്നല്ലാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കയില്ലെന്ന് നമ്മൾ വചനം വായിക്കുന്നല്ലോ. അതുപോലെ എൻ്റെ സഹോദരങ്ങൾ, ഭർത്തൃഭവനത്തിലുള്ള സഹോദരങ്ങൾ ഹല്ലേലൂയ ആമേൻ ഉടമ്പടി ചെയ്തു. ഇവളെ കത്തോലിക്ക വിശ്വാസത്തിൽ കൊണ്ടുവന്നല്ലാതെ, പെന്തക്കോസ്ത് വിശ്വാസത്തിൽ നിന്ന് മാറ്റിയല്ലാതെ ഞങ്ങൾ അടങ്ങയില്ല, ഞങ്ങൾ ഇരിക്കയില്ല. എന്നോട് പറഞ്ഞു വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, ഇതുവരെ അടി തുടങ്ങിയിട്ടില്ലെന്ന്. പെന്തക്കോസ്തുകാർക്ക് വിവരമുണ്ടോ? 6ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളവരാ, അവർ കുടുംബം കലക്കാൻ നടക്കുന്നവരാ. എന്തെല്ലാം അനീതികൾ കേട്ടെന്നറിയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ വാക്കുകൾ കൊണ്ട് ഇവരുടെ വാക്കുകൾ കേട്ടില്ലെന്ന് കണ്ടപ്പോൾ ശാരീരിക പീഡനങ്ങൾ തുടങ്ങി. ഹല്ലേലൂയ. ചെറിയ പീഡനങ്ങളൊന്നുമല്ല. ആമേൻ. ശരിക്കും ഹല്ലേലൂയ ഉപദ്രവിച്ചു. ഹല്ലേലൂയ. ഇന്നും എനിക്കൊരു തലവേദന വന്നാൽ 2-3 ദിവസം ആ തലവേദന നിൽക്കും. അതുപോലെ എനിക്ക് തലയ്ക്ക് പ്രഹരം കിട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ ഹല്ലേലൂയ. എന്നാലും എനിക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെയും ആമേൻ മറുവിലയായി തന്ന കർത്താവ് ആമേൻ എനിക്ക് തന്ന ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അപ്പൻ ഹല്ലേലൂയ എൻ്റെ പ്രാണപ്രിയൻ ഹല്ലേലൂയ അപ്പന് വേണ്ടി ജീവിപ്പാൻ, അപ്പന് വേണ്ടി നിലനിൽപ്പാൻ ഹല്ലേലൂയ എനിക്ക് സ്വർഗം കൃപ തന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിന്ന് മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ, അടിയിൽ ഉപദ്രവത്തിൽ മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ 3 പ്രാവശ്യം ഡിവോഴ്സ് ചെയ്യാനായിട്ട് തുടങ്ങി. പേപ്പർ വർക്ക് ചെയ്തു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ആമീൻ അങ്ങ് തകർക്കുന്ന ദൈവമല്ല, അങ്ങ് പണിയുന്ന ദൈവമാ. എനിക്കറിയാം ഞാൻ പെന്തക്കോസ്ത് വിശ്വാസത്തിലാണെങ്കിൽ നമുക്ക് ദൈവഭക്തരോട് പ്രവാചകന്മാരോട് വിളിച്ചു ചോദിക്കാം, ഇത് പറ്റുമോ, ഇത് നല്ല കല്യാണമാണെന്നോന്ന്. ഇത് ഞാൻ കത്തോലിക്കലായിരുന്നപ്പോഴാണ് കല്യാണം കഴിച്ചത്. എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ലായിരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ആമേൻ അങ്ങ് പണിയുന്ന ദൈവമാ. ഞാൻ ഒരു പേപ്പറും എങ്ങും സൈൻ ചെയ്തില്ല. ഒരു പ്രാവശ്യം നാട്ടിലായിരുന്നപ്പോഴാണ് അല്ലെങ്കിൽ ഡിവോഴ്സിന് വേണ്ടി ശ്രമിച്ചത്. തിരുവനന്തപുരത്ത് അരമനയെ കൊണ്ടുവന്ന് അവിടുത്തെ പിതാവിനോട് പറഞ്ഞു, അന്തസ്സില്ലാത്ത കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചതാണെന്ന്, അതുകൊണ്ടാണ് പെന്തക്കോസിൽ പോയത്, അമ്മയെ വിട്ടു പോയതെന്ന്. തിരുമേനി അവസാനം എല്ലാം മെമ്മോറാണ്ടവും വായിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഹല്ലേലൂയ പെന്തക്കോസിൽ പോയെന്നും പറഞ്ഞ് ആമൻ കല്യാണം ഒഴിയാനൊരു റൈറ്റ് ഇല്ല, വേറെന്തെങ്കിലും ആന്നേ വാന്ന് പറഞ്ഞിട്ട് മടക്കി വിടുവാനായിട്ടിടയായി. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ നാം ഹല്ലേലൂയ വചനം പറയുന്നു, തിരുവെഴുത്ത് പറയുന്നു, ക്രിസ്തേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ അല്ലെ വരുവാനുള്ളതോ ഉയരത്തിനോ ആഴത്തിനോ യാതൊരു
യാതൊരു ശക്തിക്കും ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കുവാൻ സാധ്യമല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ഈ നാമനിമിത്തം സ്വകുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ വേദനകളോ ഒറ്റപ്പെടുത്തലോ അനുഭവിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ആമേൻ, ഈ ലോകത്തിൽ ലാഭമായതിനെ ഛേദമെന്നെണ്ണ നമുക്ക് ഹല്ലേലൂയ ദൈവം തന്ന ഭാഗ്യ പദവിയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. അവര് ഹല്ലേലൂയ ആമേൻ, നമ്മൾ അവരുടെ പക്ഷം ചേരുവല്ല ദൈവമക്കളെ, അവര് നമ്മുടെ പക്ഷം തേരും. ഹല്ലേലൂയ. ഇതൊന്നും നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ഹല്ലേലൂയ അവസാന വാണിംഗ് തന്നിട്ട് ആമേൻ ഞങ്ങളിൽ നിന്ന് ഹല്ലേലൂയ പുറത്തു കൊണ്ടുപോയി താമസിപ്പിച്ച 1.5 വർഷം. ഹല്ലേലൂയ. അവിടെയും ഞാൻ തോറ്റില്ല, എൻ്റെ ദൈവം എന്നെ തോൽപ്പിച്ചില്ല. ഞാൻ പറഞ്ഞു ഹല്ലേലൂയ ഇതൊക്കെ കുഴിക്കട വരെയുള്ള ബന്ധമാ, അവിടെ വെച്ച് ബൈ പറയുന്ന ബന്ധമാ. എൻ്റെ അപ്പനോ നിത്യത വരെയും കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ ഒരപ്പനാ. എൻ്റെ ഈ അപ്പനെ വിട്ട് ഞാൻ മടങ്ങി വരെയില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് ആമീൻ പറയുവാനായിട്ടിടയായി. ഹല്ലേലൂയ. ഒരു വാക്കൂടെ പറഞ്ഞു, നിങ്ങൾ എന്നെ ആറത്ത് മുറിച്ച് കഷണം കഷണമാക്കിയാൽ ഈ അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഞാൻ മടങ്ങി വരികയില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവ സന്നിധിയിൽ ഒഴുകിയ കണ്ണുനീര്, ഉപവാസം അത് തുരുത്തിയില്ല കണ്ണുനീര്. ഹല്ലേലൂയ. ആമേൻ. നിറഞ്ഞപ്പോൾ പതുക്കെ പതുക്കായി മറുപടി ദൈവം അയക്കുവാനായിട്ടിടയായി. ചിലരെ ദൈവം സന്ദർശിച്ചു, എൻ്റെ ജീവിത പങ്കാളിയെ സ്വർഗം സന്ദർശിച്ച് മടക്കി വരുത്ത കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഇന്ന് ഒരുമിച്ച് പൈതങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഹല്ലേലൂയ ദൈവം ഇടയാക്കി. ഭവനത്തിൽ നിന്ന് ചിലതിനെ ദൈവം തന്നു. ആമേൻ. ഹല്ലേലൂയ. ബൈബിൾ എടുത്തു കൊണ്ടുപോകുമ്പോൾ മുസ്ലിങ്ങളെ കൊണ്ട് എന്നെ തല്ലിപ്പിക്കണമെന്ന് പറഞ്ഞവരുണ്ട് കോന്നിയിൽ. ഹല്ലേലൂയ. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് അവരിന്ന് ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ കടന്നുപോയ കടത്തിവിട്ട കഷ്ടങ്ങൾ ഒന്നും ഹല്ലേലൂയ ആമേൻ ദൈവം അറിയാതെയല്ല. വചനം പറയുന്നത് പോലെ കരയുന്ന ഏത് കാക്കക്കുഞ്ഞിനും അതതിൻ്റെതായ ആഹാരം കൊടുക്കുന്ന കർത്താവ് നമ്മുടെ തലമുടി നാരുവരെയും എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു കർത്താവിനെയാ ഇന്ന് പകൽക്കാലം നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്തത്താൽ ജയം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്യം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വായിച്ചു കൊള്ളട്ടെ. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം അതിന്റെ 1 വാക്യം. ഹല്ലേലൂയ. യെശയ്യാ 59:1. രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. ഒരു പ്രാവശ്യം കൂടെ വായിച്ചു കൊള്ളട്ടെ. രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആമേൻ ഡെലിവറൻസിൻ്റെ ഒരു അഷ്വറൻസിനെ കുറിച്ചാണ് ആമേൻ ഹല്ലേലൂയ പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൈയുടെ പ്രത്യേകത, ദൈവത്തിൻ്റെ കാതിൻ്റെ പ്രത്യേകത എന്തെന്നാണ് ഈ വചനത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾക്കറിയാം സംഖ്യ 23:19 പറയുന്നു, വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. മനുഷ്യർക്കും മൃഗങ്ങൾക്കും തങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നതിന് ആമേൻ ഒരു പരിമിതി ഉണ്ടല്ലേ. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നതിന് ഒരു പരിമിതിയില്ല. അങ്ങനെ ഒരു പരിമിതി വെച്ചാൽ ദൈവം നമ്മളെ രക്ഷിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇങ്ങനെയെങ്ങാണം ആയിരുന്നേനുമേ, നമ്മൾ ഈ സ്ഥാനത്തായിരിക്കുമായിരുമോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. ഞാൻ ഒരു ചെറിയ കഥയൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ദൈവസ്ഥലിൽ ഇരുന്നു കൊള്ളാം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. മൃഗത്തിൻ്റെ കുഞ്ഞിനോട് മൃഗത്തിൻ്റെ മനസ്സലിവിനെ കുറിച്ച് ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞൻ ഹല്ലേലൂയ ഒരു കഥ പറയുവാനായിട്ടിടയായി. ഹല്ലേലൂയ. ഒരു ഗവേഷണം തുടങ്ങി. കഥയല്ല, ഗവേഷണം. ആമേൻ. ഒരു ടാങ്കിൽ ഒരു തള്ളക്കുഞ്ഞിനെയും ഒരു ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഒരു കുഞ്ഞു കുരങ്ങിനെയും ഇട്ടിട്ട് അവർ അതിൽ വെള്ളം നിറയ്ക്കുവാനായിട്ട് തുടങ്ങി. ആമേൻ. വെള്ളം ഉയരുവാൻ തുടങ്ങിയപ്പോൾ ഈ കുഞ്ഞു കുരങ്ങിനെ അമ്മ എടുത്ത് ഹല്ലേലൂയ ഏണത്ത് വെച്ചുകൊണ്ട് ഹല്ലേലൂയ രക്ഷിപ്പാൻ ഒരുങ്ങി. ഹല്ലേലൂയ. അമ്മ കുരങ്ങ് ഹല്ലേലൂയ അടുത്തത് വെള്ളം നിറച്ചുകൊണ്ടിരുന്നു. മുതുകോളം വെള്ളമായപ്പോൾ അമ്മ കുരങ്ങ് എന്ത് ചെയ്തെന്നറിയാമോ? ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് 2 കാലിൽ നിന്ന് ഹല്ലേലൂയ കുഞ്ഞിനെ മാറോടെ ചേർത്ത് പിടിച്ചു. ഹല്ലേലൂയ. മാറോളം വെള്ളം വന്നപ്പോൾ തൻ്റെ കുഞ്ഞിനെ മാറിൽ നിന്നെടുത്ത് കയ്യിൽ ഉയർത്തിപ്പിടിച്ചു. സുരക്ഷിതമായി അമ്മയുടെ തോളത്തിരുന്ന കുഞ്ഞ് തോളത്തും വെള്ളമായപ്പോൾ തോളിൽ നിന്നെടുത്ത് ഹല്ലേലൂയ ഉയർത്തിപ്പിടിച്ചു. പിന്നെയും അമ്മ
അമ്മക്കുരങ്ങിൻ്റെ കഴുത്തോളം വെള്ളമായി, മൂക്കോളം വെള്ളം, താടി കിടന്ന് മൂക്കോളം വെള്ളമായപ്പോൾ ആമേൻ ശാസ്ത്രജ്ഞന്മാർക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു സംഭവം അവിടെ നടന്നു. ആമൻ ഈ അമ്മക്കുരങ്ങ് ഈ കുഞ്ഞു കുരങ്ങനെയും കൊണ്ട് പെട്ടെന്ന് വെള്ളത്തിൻ്റെ അടിയിലേക്ക് താണു. ഹല്ലേലൂയ. താണിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഈ കുഞ്ഞിൻ്റെ പുറത്ത് ചവിട്ടി നിന്നുകൊണ്ട് ഹല്ലേലൂയ രക്ഷപ്പെടാനായിട്ട് അമ്മക്കുരങ്ങ് വെള്ളത്തിൻ്റെ മുകളിലേക്ക് വന്നു. ഹല്ലേലൂയ. തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ അമ്മ ആഗ്രഹിച്ചുവെങ്കിലും തൻ്റെ ജീവനെ ഹല്ലേലൂയ ആമേൻ തൻ്റെ ജീവൻ അപകടത്തിലാകും എന്ന് കണ്ടപ്പോൾ കുഞ്ഞിനെ കൊന്നിട്ട് ഹല്ലേലൂയ രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ആമേൻ ഒരു ഹല്ലേലൂയ മൃഗത്തിൻ്റെ സ്നേഹമാ. ആലോചിച്ച് നോക്കിയേ, നമ്മളോട് നമ്മുടെ അപ്പൻ ഇതാണോ ചെയ്യുന്നത്? നമ്മുടെ അപ്പൻ്റെ സ്നേഹം ആമേൻ ഹല്ലേലൂയ എത്ര വലിയ സ്നേഹമാ. ഹല്ലേലൂയ. മനുഷ്യൻ്റെ സ്നേഹത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്നു 49:15, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. ഹല്ലേലൂയ. സ്ത്രീ മറക്കും ദൈവമക്കളെ, സ്ത്രീ മറക്കും. ഹല്ലേലൂയ. ലോകത്തിൻ്റെ ആയിരക്കണക്കിന് ഓർഫനേജിൽ ഹല്ലേലൂയ തൻ്റെ അമ്മ മറന്നതിൻ്റെ അനുഭവമാ ഹല്ലേലൂയ നമ്മൾ കേൾക്കുന്നതും വായിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ നമ്മെ മെനഞ്ഞവന്റെ ശബ്ദം ശ്രദ്ധിക്കുക. പഴയ നിയമത്തിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന യെശയ്യാ പ്രവാചകൻ പറയുന്നു, ഹല്ലേലൂയ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കരം കുറുതായി പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ ചെവി മന്ദമായി പോയിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. യഹോവയുടെ കൈയുടെ പ്രത്യേകത നമുക്കറിയാം. യഹോവയുടെ കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ കൈ നിവർത്തിയാൽ കാറ്റം വരും, കൈ തൊട്ടാൽ സൗഖ്യം വരും. നമ്മുടെ ഏത് ഭാരമുള്ള വിഷയങ്ങളായാലും ആമേൻ ആ കൈ ഒന്ന് തൊട്ടാൽ അത് വിടുതല. ദൈവമക്കളെ, അത് നമ്മൾ രുചിച്ചറിയണം, അത് നമ്മൾ രുചിച്ചറിയണം. വിടുതല. യഹോവയുടെ ചെവിയോ തൻ്റെ മക്കളുടെ നിലവിളിക്ക് തുറന്നിരിക്കുന്നതാ. യഹോവയുടെ ചെവി നമ്മുടെ ഞരക്കം അറിയുന്ന ചെവിയാ. അത് വീട്ടിലിരുന്ന് രഹസ്യമായി സംസാരിച്ചാലും ഹല്ലേലൂയ അത് കേൾക്കുന്ന ചെവിയാ. മോശയ്ക്കെതിരെ സഹോദരനും സഹോദരി സംസാരിച്ചപ്പോൾ സ്വർഗം അത് കേട്ടു. നിങ്ങൾക്കറിയാമല്ലോ, യഹോവയുടെ ചെവി തൻ്റെ ഭക്തന്മാർക്ക് തൻ്റെ നിലവിളിക്കായി തുറന്നിരിക്കുന്നു. വചനം പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യമുള്ളവർ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. മുമ്പുള്ളവയെ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട. കർത്താവ് പുതിയതൊന്നും നമുക്ക് വേണ്ടി നമ്മുടെ പേഴ്സണൽ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ചെയ്യുവാൻ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ഹല്ലേലൂയ ആമേൻ രാജപദവിയേക്കാൾ ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനമെന്നെണ്ണിയ ആമേൻ ഹല്ലേലൂയ മോശയുടെ കാര്യം നമുക്കറിയാം. ഹല്ലേലൂയ. നമുക്കൊരു തീരുമാനമെടുക്കാം. ഈ 2024 ആഴമായൊരു സമർപ്പണത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. നമ്മുടെ അപ്പൻ എന്തു പറഞ്ഞാലും അത് ചെയ്യാമപ്പാ, അപ്പന്റെ ഇഷ്ടം മാത്രം മതി കർത്താവേ എന്ന് ആമേൻ നമുക്ക് ദൈവത്തോട് പറയാം. ഹല്ലേലൂയ. ദൈവഹിതം മനസ്സിലാക്കി, ദൈവ ഇഷ്ടം മനസ്സിലാക്കി ഓരോ ദിവസവും മുന്നേറുവാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ദൈവമക്കളെ. ആരും നിന്റെ കണ്ണുനീർ കണ്ടില്ലെങ്കിലോ നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ആരും നിന്റെ കഷ്ടത കണ്ടില്ലെങ്കിലോ നിന്റെ കഷ്ടതയിലോ കരം പിടിച്ച് നടത്തുന്ന ഒരു പൊന്നപ്പ നമുക്കുണ്ട്. ഹല്ലേലൂയ. കഷ്ടതയിൽ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആരും നിന്റെ വേദന കണ്ടില്ലെങ്കിലോ നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു നാഥനുണ്ട്. ആരും നീ കടന്നു പോകുന്ന അവസ്ഥ മനസ്സിലായില്ലെങ്കിലോ ഒരു നാൾ നിന്റെ വിഷയത്തിന് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നമ്മുടെ പരാജയങ്ങളെ ജയമാക്കുന്ന ഒരു ദൈവം, ഒന്നുമില്ലായ്കയിലും എല്ലാം ഉള്ളവരെ പോലെ നമ്മളെ നടത്തുന്ന ഒരു ദൈവം. ആമേൻ. മാറയെ മധുരമാക്കുന്ന കർത്താവ്, തകർന്നതിനെ പണിയുന്ന കർത്താവ്, ഏറ്റവും ഉണങ്ങിയ അസ്ഥികളെ ഒരു സൈന്യമാക്കുവാൻ കഴിയുന്ന കർത്താവിനെയാ
നമ്മൾ ഈ പകൽക്കാലം സേവിക്കുന്നത്. നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാ ദൈവമക്കളെ. ആമേൻ. നമ്മൾ പാടുന്ന പോലെ ക്രിസ്തീയ ജീവിതം, ഹല്ലേലൂയ, അതുപോലെ ഭാഗ്യമുള്ള ഒരു ജീവിതം ആമേൻ വേറെ ഇല്ല. ഹല്ലേലൂയ, ആമേൻ. ആ ഒരു ഭാഗ്യമുള്ള ജീവിതം സ്വർഗം നമുക്ക് തന്നതിനായി, ഇത്ര നല്ലൊരു ദൈവത്തെ സ്നേഹിപ്പാൻ സേവിപ്പാൻ നമുക്ക് തന്ന ഭാഗ്യ പദവിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും അധിക സമയങ്ങൾ നമ്മുടെ മുമ്പിൽ ഇല്ല ദൈവമക്കളെ. ആകയാൽ നാം ഉണർന്ന്, നാം ഒരുങ്ങി, വിളിച്ചവന്റെ വേല, നമ്മളെ ഏൽപ്പിച്ച ജോലി, ഹല്ലേലൂയ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കുമെന്നുള്ള പ്രിയന്റെ ഇമ്പസ്വരം കേൾക്കുവാൻ ആമേൻ നമ്മൾ ഒരുങ്ങി, ഹല്ലേലൂയ, വേഗത്തിൽ ഒരുങ്ങി കാത്തിരിക്കേണ്ടത് ആമേൻ ആവശ്യമാണ്. ഹല്ലേലൂയ, നമ്മളെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ നിറവേറ്റുവാൻ, ഹല്ലേലൂയ, ഈ വചനങ്ങളാൽ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഇത്രയും സമയം ഹല്ലേലൂയ കർത്താവിന്റെ ശ്രേഷ്ഠ അഭിഷിക്തനോട് ചേർന്ന്, പ്രിയ ദൈവമക്കളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, ഹല്ലേലൂയ, ദൈവം തന്ന സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സമയം കിട്ടുമ്പോൾ, ഓർക്കുമ്പോൾ എന്നെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ താണിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.